ഹലോ ഫ്രണ്ട്സ്, പ്രിൻഷ്യസ് സ്റ്റഡി ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGS നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞല്ലോ. അപ്പോൾ നമ്മളിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസഫ് അലി. അരുണ ആസഫ് അലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയുഗം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ 1919 മുതൽ 1947 വരെ. 1919 മുതൽ 1947 വരെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയുഗം എന്ന് അറിയപ്പെടുന്നത്. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? ഓപ്ഷൻ ബി ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം. ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുൻപ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു? ഓപ്ഷൻ ബി പോർച്ചുഗൽ. 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുൻപ് ഗോവ പോർച്ചുഗൽ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ തലസ്ഥാന പ്രദേശം ഏത്? ഓപ്ഷൻ സി ഡൽഹി. ദേശീയ തലസ്ഥാന പ്രദേശമാണ് ഡൽഹി. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം? ഓപ്ഷൻ എ 1962. 1962 ഇന്ത്യ ചൈന യുദ്ധം നടന്നത്. അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം? ഓപ്ഷൻ സി ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം കാരണമാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചത്. അടുത്തത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഓപ്ഷൻ ഡി ശാസ്താംകോട്ട. ഓപ്ഷൻ ഡി ശാസ്താംകോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അടുത്ത ക്വസ്റ്റ്യൻ പത്താമത്തെ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഓപ്ഷൻ സി ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, കടൽ തീരമില്ലാത്ത ജില്ല ഏത്? ഓപ്ഷൻ സി കോട്ടയം. ഓപ്ഷൻ സി കോട്ടയമാണ് കടൽ തീരമില്ലാത്ത ജില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ? ഓപ്ഷൻ ഡി കണ്ണൂർ. കണ്ണൂർ കോർപ്പറേഷൻ ആണ് കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് എവിടെയാണ്? ഓപ്ഷൻ എ നെയ്യാർ. കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്കാണ് നെയ്യാർ. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻ സി കഞ്ചിക്കോട്. കഞ്ചിക്കോടാണ് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഓപ്ഷൻ ഡി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിതയാര്? ഓപ്ഷൻ സി PT ഉഷ. PT ഉഷയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിത. 17ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം? ഓപ്ഷൻ എ നീണ്ടകര. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യകേന്ദ്രമാണ് നീണ്ടകര. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി
കേരളം. കേരളത്തിലാണ് ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം. സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമത്വ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വക്കം മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏത്? ഓപ്ഷൻ സി അൽ അമീൻ. ബാക്കി അൽ ഇസ്ലാം, മുസ്ലിം, സ്വദേശാഭിമാനി ഇതൊക്കെ എന്താണ്? വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണമാണ്. ബന്ധമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അൽ അമീൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ എ അഞ്ചുതെങ്ങ് കലാപം. അഞ്ചുതെങ്ങ് കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അടുത്ത ക്വസ്റ്റ്യൻ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയതാര്? ഓപ്ഷൻ ബി വി.ടി. ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ബന്ധമുള്ളത് ഏതാണ് നോക്കുക. അപ്പോൾ നമുക്ക് അറിയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി വേല ചെയ്താൽ കൂലി കിട്ടണം. ബാക്കി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, അതും ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, ഇതൊക്കെ നമ്മൾ എന്താണ് അധികം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് അറിയണ കാര്യങ്ങളാണ്. അപ്പം ഇതിൽ ഓപ്ഷൻ ഏതാണ്? ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി വേല ചെയ്താൽ കൂലി കിട്ടണം. അടുത്ത ക്വസ്റ്റ്യൻ, ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? ഓപ്ഷൻ ഡി പ്രാചീന മലയാളം. ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് പ്രാചീന മലയാളം. അടുത്ത ക്വസ്റ്റ്യൻ, കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം? ഓപ്ഷൻ എ ഇരവിപേരൂർ. കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലമാണ് ഇരവിപേരൂർ. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ചത് ആര്? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ചതാര്? ഓപ്ഷൻ ഡി മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ സംഘടിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം? ഓപ്ഷൻ സി സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷമേത്? ഓപ്ഷൻ ഡി 1956. 1956 കേരള സംസ്ഥാനം രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം? ഓപ്ഷൻ ബി ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക്. ഡെങ്കിപ്പനി പരത്തുന്ന ജീവി? ഈഡിസ്. ഡെങ്കിപ്പനി പരത്തുന്ന ജീവിയാണ് ഈഡിസ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? ഓപ്ഷൻ എ ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം? ഓപ്ഷൻ സി ജീവകം ഡി. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകമാണ് ജീവകം ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ജലദോഷത്തിന് കാരണമായ രോഗകാരി? ഓപ്ഷൻ സി വൈറസ്. ജലദോഷത്തിന് കാരണമായ രോഗകാരിയാണ് വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ക്ഷയം. ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ക്ഷയരോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം? ഓപ്ഷൻ ഡി അന്നജം.
അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകമാണ് അന്നജം. അടുത്ത ക്വസ്റ്റ്യൻ, പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി ഇടുക്കി. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ എ ആലപ്പുഴ. കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ആലപ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ, ആഗോളതാപനത്തിന് കാരണമായ വാതകം? ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. ആഗോളതാപനത്തിന് കാരണമായ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ എ റുദർഫോർഡ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റുദർഫോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ ബി അലുമിനിയം. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ് ചോദിച്ചാൽ അലുമിനിയം. അടുത്ത ക്വസ്റ്റ്യൻ, മെൻഡലിയേവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ അറ്റോമിക മാസ്. അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് മെൻഡലിയേവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന നൈട്രജൻ സംയുക്തം? ഓപ്ഷൻ എ NO2. അടുത്ത ക്വസ്റ്റ്യൻ, കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം? ഓപ്ഷൻ സി ഹൈഡ്രജൻ. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ പ്രവൃത്തിയുടെ യൂണിറ്റ്? ഓപ്ഷൻ ഡി ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റാണ് ജൂൾ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ്? ഓപ്ഷൻ എ 120 ഡിഗ്രി സെൽഷ്യസ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവാണ് 120 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം? ഓപ്ഷൻ സി കറുപ്പ്. ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറമാണ് കറുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം? ഓപ്ഷൻ സി അൾട്രാ വയലറ്റ്. കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാ വയലറ്റ് കിരണം. അടുത്ത ക്വസ്റ്റ്യൻ, പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം? ഓപ്ഷൻ ഡി വ്യാഴം. പലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹമാണ് വ്യാഴം.